വിതക്കാരനും വിത്തും തമ്മിൽ ഒരു സംഭാഷണം. അതിങ്ങനെ: ഞാൻ വിതയ്ക്കാൻ പോകുന്നു. വിത്തുകളോട് വിതക്കാരൻ പറഞ്ഞപ്പോൾ ചില വിത്തുകൾ പറഞ്ഞു, വേണ്ട, ഞങ്ങളുടെ സുരക്ഷിതരല്ലേ, ഈ കൂടയ്ക്കുള്ളിൽ ഞങ്ങൾ ഇരുന്നോളാം. വിതക്കാരൻ പറഞ്ഞു, ഇല്ല, വിളവ് വേണ്ടതിന് നിങ്ങളെ ഞാൻ വിതയ്ക്കാൻ പോകുന്നു. അസ്വസ്ഥമാകുന്ന ഈ വിത്തുകൾ ചിലത് വഴിയരികിൽ വീണു. മുളയ്ക്കാൻ അതിന് സാധിച്ചില്ല. അത് പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി. ചില വിത്തുകളാകട്ടെ ആഴമില്ലാത്ത മണ്ണിൽ പാറപ്പുറത്ത് വീണു. വേരിറങ്ങാൻ കഴിയാതെ വെയിലുദിച്ചപ്പോൾ ആ വിത്തുകൾ വളർന്നുവെങ്കിലും അത് ഫലം നൽകാതെ അത് വാടിപ്പോകുന്നു. മൂന്നാമത് ചില വിത്തുകൾ വഴിയരികിലുള്ള മുൾപ്പടർപ്പിലേക്കാണ് വീണത്. മുൾച്ചെടികൾക്കൊപ്പം അത് വളർന്നു എങ്കിലും വിളവ് നൽകാതെ ആ വിത്തുകൾ മുൾച്ചെടികൾക്കിടയിൽ ഞെരുങ്ങി ഇല്ലാതാകുന്നു. അവസാനമായി സന്മനസ്സോടെ നല്ല നിലത്ത് വീണ ആ വിത്തുകൾ 100, 60, 30 മേനി ഫലം നൽകി. വളരെ മനോഹരമായ സംഭാഷണവും വളരെ മനോഹരമായ ഒരു ഉപമയും. ആണ്ടുവട്ടത്തിലെ 15-ാം ഞായറിൽ തിരുസഭ നമുക്കായി വിചിന്തനത്തിന് തരുന്നത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ തുടക്കത്തിലെ ഈ ഉപമയാണ്. വളരെ മനോഹരമായ ഒരു സെറ്റിങ് ഒരുക്കുന്നുണ്ട്. അതിതാണ്: ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന യേശുനാഥൻ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് മാറി നിന്ന് ഒരു വഞ്ചിയിൽ കയറിയിരുന്ന് പുരുഷാരത്തെ പഠിപ്പിക്കുമ്പോൾ അവൻ പറഞ്ഞ ആദ്യത്തെ ഉപമയാണ് വിതക്കാരൻ്റെ ഉപമ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര് വിതക്കാരൻ്റെ ഉപമ എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ ഇത് വിളവിനെക്കുറിച്ചുള്ള ഉപമയാണ്. വിളവ് നൽകാൻ വേണ്ടിയാണ് വിതക്കാരൻ വിതയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ അത് വിളവ് ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ദൈവമെന്ന ഈ കൃഷിക്കാരൻ വചനത്തെ ഇങ്ങനെ വിതറുമ്പോൾ അത് വിളവ് നൽകാതെ പോകാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമത്തത്, പറവകൾ വന്ന് കൊത്തിക്കൊണ്ടു പോകാൻ സാധ്യതയുള്ള വഴിയോരങ്ങൾ. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വിളവ് നൽകണമെന്ന് തമ്പുരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ, കഴിവുകൾ ഒക്കെയും പാതയോരത്തെ വിത്തുകൾ പോലെ വിളവ് നൽകാതെ ഏതെങ്കിലുമൊക്കെ പറവകൾ വന്ന് കൊത്തിക്കൊണ്ടു പോയിട്ടുണ്ടോ? പറവകൾക്ക് വിവിധങ്ങളായ മാനങ്ങളുണ്ട്. കഴുക നഗരങ്ങളുമായി കാത്തിരിക്കുന്ന പറവകളുടെ കഴുക നഗരങ്ങളിലേക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ ആത്മീയതയുടെ നന്മയുടെ ഒക്കെയുമായ വിത്തുകളെ നാം വിട്ടുകൊടുത്തിട്ടുണ്ടോ? അലസമായ, അശ്രദ്ധമായ ഇത്തരം നിലപാടുകളും മനോഭാവങ്ങളുമാണ് ഈ മണ്ണിൻ്റെ പ്രശ്നം, പാതയോരത്തെ മണ്ണ്. രണ്ടാമത്തെ മണ്ണാകട്ടെ, അത് ആഴമില്ല. തിടുക്കത്തിൽ ചില നന്മകൾ ചെയ്ത് ചിലപ്പോൾ ഒരു തുടക്കക്കാരൻ്റെ ഉത്സാഹം കാട്ടി, പക്ഷേ മെല്ലെ മെല്ലെ ആ നന്മയുടെ പാതയിൽ നിന്ന്, ആത്മീയതയുടെ പാതയിൽ നിന്ന്, വിളവ് നൽകേണ്ട പാതയിൽ നിന്ന് മനുഷ്യൻ മെല്ലെ ഇല്ലാതാകുന്നു. അത് ഈ ആഴമില്ലാത്ത വെയിൽ വരുമ്പോൾ, ചില സഹനങ്ങൾ, ചില പീഡനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇത് വാടിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതുന്ന വിളവ് നൽകാത്ത രണ്ടാമത്തെ മണ്ണ്. മൂന്നാമത്തെ മണ്ണാകട്ടെ നന്മയും തിന്മയും ഒരുമിച്ച് പോകുമെന്ന് കരുതുന്ന ആത്മീയതയാണ്. രണ്ടും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തുല്യമായി പകുത്ത് ഓരോന്നിനും സ്പേസ് ഇട്ട് ഒക്കെയും കളി. പക്ഷെ അവിടെയും വിളവ് ലഭിക്കുന്നില്ല. കാരണം ഈ മുള്ളുകൾ ഈ നന്മയുടെ മുകുളങ്ങളെ ഞെരിച്ചു കളയുന്നു, തകർത്ത് കളയുന്നു. മൂന്നാമത്തെ ഈ ഒരു ഞെരിച്ചു കളയലിന് ശേഷം നല്ലൊരു മണ്ണിനെക്കുറിച്ചുള്ള പരാമർശം വരുമ്പോൾ അവിടെ പക്ഷേ എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും 100 മേനി കിട്ടുന്നില്ല. എല്ലാ വിത്തുകളും 100 മേനി പുറപ്പെടുവിക്കുന്നില്ല. 100, 60, 30 മേനികളാണ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എണ്ണത്തിൽ കാര്യമല്ല തമ്പുരാൻ നമ്മളോട് പറയുന്നത്, മറിച്ച് വിളവ് നൽകണമെന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. മറ്റ് 3 ഭാഗങ്ങളിലും 3 മണ്ണിടങ്ങളിലും വിളവ് നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ദൈവം തരുന്ന വചനത്തെ വിചിന്തനം നടത്തി അതിൽ വെച്ച് ജീവിതത്തെ തൂക്കി നോക്കി മുന്നോട്ട് പോകുമ്പോൾ, ആത്മീയതയുടെ മേഖലയിൽ ചരിക്കുമ്പോൾ, നന്മയുടെ മേഖലയിൽ നടക്കുമ്പോൾ ഒക്കെയും ഈ പറയുന്ന നിലപാട് നമുക്കുണ്ടാകണം. എന്താണ്?
വിളവ് നൽകണമെന്ന ശാഠ്യം. ഇത് വിളവിൻ്റെ ഉപമയാണ് യഥാർത്ഥത്തിൽ. മറ്റു 3 ഇടങ്ങളിലും വിളവില്ല. ഇവിടെയാകട്ടെ പല ഗ്രേഡുകളായിട്ട് വിളവ് നൽകുന്നുണ്ട്. നീ നിന്റെ മനോഭാവങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന് വിതയ്ക്കാനുള്ള അവസരം കൊടുത്തു കഴിയുമ്പോൾ, അത് നല്ല നിലമായി നീ നിന്റെ ഹൃദയത്തെ മാറ്റിവെക്കുമ്പോൾ, അത് 100, 60, 30 എന്നുള്ളതല്ല, വിളവ് നൽകാനുള്ള നിന്റെ ആ മനോഭാവമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ഈ ഞായറാഴ്ച നാം വിചിന്തനം നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ദൈവം എല്ലാം സജ്ജമാക്കി നമുക്ക് തരുന്നു എന്നൊന്നും കരുതുന്നില്ല. പക്ഷേ നമ്മുടെ മനോഭാവങ്ങൾ എല്ലാം സജ്ജമാക്കാം. നമ്മുടെ എല്ലാ സ്വപ്നങ്ങൾക്കും അനുസൃതമായൊരു ജീവിത പങ്കാളിയെ ലഭിച്ചിട്ട് ഞാൻ ജീവിതം ആരംഭിക്കൂ എന്നില്ല. അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു ചിത്രത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചതിനെക്കുറിച്ചുള്ള വലിയ സന്തോഷത്തോടുകൂടി ഭർത്താവ് വരുമ്പോൾ ഭാര്യ പറയുന്നൊരു വാചകമുണ്ട്. വളരെ വിവാദമായ ചിത്രമാണ്. എൻ്റെ കരിയർ, അതാണ് എനിക്ക് പ്രധാനം, ഈ കുഞ്ഞ് ഇപ്പോൾ വേണ്ട. എല്ലാം ക്രമമായി നടത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ വിളവ് നൽകാമെന്ന് വിചാരിക്കുന്ന ചില മനുഷ്യർക്ക് ഒരു പാഠമാണ് ഈ ഉപമ. എന്താണ്? നിന്റെ അവസരങ്ങൾ നിനക്ക് തമ്പുരാൻ തരുമ്പോൾ അവൻ തരുന്ന അവസരങ്ങളിൽ വിളവ് നൽകാൻ ഒരു കൊയ്ത്തുത്സവത്തിൻ്റെ ദിനത്തിൽ അവൻ കടന്നു വരിക തന്നെ ചെയ്യും. ആ കൊയ്ത്തുത്സവത്തിൽ നിന്റെ വിളവ് പരിശോധിക്കുമ്പോൾ നീ ചെയ്ത എല്ലാ കാര്യങ്ങളും, ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടി എടുത്ത നിലപാടുകൾ, നീ ചെയ്ത ആത്മീയതയുടെ മേഖലകൾ, പ്രാർത്ഥനാ ജീവിതം, ഇതൊക്കെയും കണക്കിലെടുക്കുമ്പോൾ 100 60 30 ഏതെങ്കിലും മേനി വിളവ് നൽകിയോ എന്നുള്ളതാണ് പ്രധാനം. വിതക്കാരൻ വിതയ്ക്കുവാൻ വന്നു എന്ന് പരാതി പറഞ്ഞുകൊണ്ട് നമുക്കിരുന്നുകൂടാ. നമ്മൾ വിളവ് നൽകാൻ വിളിക്കപ്പെട്ടവരാണ്, അതേത് പരിസ്ഥിതിയിലായാലും. ചില മനുഷ്യർ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും ഒരുമിച്ച് വന്നതിന് ശേഷം നന്മ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ചില ഇല്ലായ്മകൾ നന്മ ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, ദൈവമേ, ഇവരെങ്ങനെ ഇത് ചെയ്യുന്നു, എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകത്തില്ലേ? അവർ വിളവ് നൽകാൻ വിളിക്കപ്പെട്ടവരാന്നുള്ള ബോധ്യമുള്ളതാണ്. നല്ല നിലത്ത് വീണ വിത്തുകൾ. നമ്മുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഇത്തരം അവസരങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. ജീവിത പങ്കാളിയെക്കുറിച്ച് എല്ലാ സ്വപ്നങ്ങളും നെയ്ത് ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതൊന്നുമല്ല എന്ന് കരുതുന്ന, നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരാത്ത അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, ഇത് എൻ്റെ വഴിയല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ലഭിച്ച നന്മകളിൽ നിന്ന്, ആ ലഭിച്ച ദാനത്തിൽ നിന്ന് വിളവ് നൽകാനായി നാം തീരുമാനമെടുക്കണം എന്നതാണ് തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വിളവിൻ്റെ ഉപമയാണ് ഇത്. വിതയ്ക്കപ്പെടുന്ന വിത്തുകൾ എവിടെയാണെങ്കിലും എത്രയാണ് വിളവ് എന്നതല്ല, വിളവ് നൽകാൻ നിനക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ചുറ്റുപാടും പലവിധമായ പ്രതിസന്ധികളുണ്ട്. നീ എടുക്കുന്ന നിലപാടുകളിൽ നിന്ന് നിന്നെ പരിഹസിക്കുന്നവരുണ്ടാകാം, നീ എടുക്കുന്ന നിലപാടുകളിൽ നിന്ന് നിന്നെ പീഡിപ്പിക്കുന്നവരുണ്ടാകാം. അത്തരം പീഡനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇടയിൽ നിന്റെ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് വിളവ് നൽകണമെന്ന ശാഠ്യത്തോടെ മുമ്പോട്ട് പോകാൻ നിനക്ക് കഴിയണം. ദൈവം ഈ മണ്ണിലേക്ക് ഇട്ട ഏറ്റവും നല്ല വിത്ത് ഏതായിരുന്നു? ക്രിസ്തുവായിരുന്നു. അവൻ വഴിയരികിൽ വീണ വിത്ത് പോലെ വേണമെങ്കിൽ ഉപേക്ഷിക്കപ്പെടാമായിരുന്നു. അവനെ ആഴമില്ലാത്ത ഒരു മണ്ണിൽ വീണ വിത്ത് പോലെ വളർന്നു വന്ന് അവന് വിളവ് നൽകാതെ ഒടുങ്ങാമായിരുന്നു. അവൻ മുൾച്ചെടികൾക്കിടയിൽ, സഹനങ്ങളുടെ തീച്ചൂളയിൽ മുൾമുടി ചൂടി നിന്ന് അടിയേറ്റ് തളർന്നപ്പോൾ അവന് വേണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമല്ലാതെ പ്രവർത്തിക്കാമായിരുന്നു. അവനിതൊന്നും ചെയ്തില്ല. അവൻ ഏറ്റവും നല്ല വിത്തായി 100 മേനി വിളവ് നൽകിക്കൊണ്ട് ഇന്നും എന്നും അവൻ തൻ്റെ വിളവിൻ്റെ നാഥനായി തുടരുന്നു. എങ്കിൽ നമ്മളോടും തമ്പുരാൻ ആവശ്യപ്പെടുന്ന അത്രമാത്രം വിളവ് നൽകാനാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിതക്കാരൻ വിതയ്ക്കാൻ വന്നിരിക്കുന്നു, വിത കഴിഞ്ഞു. ജീവിതമെന്ന ഈ വയലിൽ നിന്റെ വിളവിനായി തമ്പുരാൻ ഒരു ദിവസം നിന്റെ മുമ്പിൽ വരിക തന്നെ ചെയ്യും. അന്ന് വിളവ് നൽകാനുള്ള നിന്റെ നിലപാടുകൾ എന്ത് എന്ന് പരിശോധിക്കാൻ നമുക്ക് 100, 60, 30 മേനി എന്തായാലും കുഴപ്പമില്ല. തമ്പുരാൻ അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ഉപമയുടെ കാതൽ. ഒന്ന് കണ്ണടച്ച്. കാരുണ്യവാനായ ദൈവമേ, വിതയ്ക്കപ്പെട്ട വിത്താണ് ഞങ്ങൾ. വചനം പോലെ ഞങ്ങളെ നീ വിതച്ചിരിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ മണ്ണിനെക്കുറിച്ചുള്ള പരാതികളുമായി, സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പരാതികളുമായി, ചില അലസഭാവങ്ങളോടെ ആത്മീയതയും നന്മയും ഒക്കെ കാണാറുണ്ട്, ജീവിതത്തെ കാണാറുണ്ട്. ഞങ്ങൾക്കെല്ലാം ലഭിച്ചതിന് ശേഷം, എല്ലാം നല്ലതായതിനു ശേഷം നന്മ ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. ചില നിലപാടുകളിൽ
ഞങ്ങൾ റാഞ്ചുവാനായി കഴുക നഗരങ്ങളുമായി ചില ആസക്തികൾ, ചില നേരങ്ങളിൽ കരിയറിന് പിന്നാലെ, പണത്തിന് പിന്നാലെയുള്ള പാച്ചിലുകൾ ഒക്കെയും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും വിളവുണ്ടാകുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് തമ്പുരാനെ, നല്ല നിലമായി ഞങ്ങൾ ഹൃദയങ്ങളെ ഒരുക്കാൻ, ജീവിതത്തെ ഒരുക്കാൻ, അതുവഴി 100, 60, 30 മേനി വിളവ് നൽകുന്ന ഇടങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങളെ നീ മാറ്റണമേ. വിതക്കാരൻ്റെ ഉപമയേക്കാൾ ഇത് വിളവ് നൽകേണ്ട എൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഉപമയാണ് എന്ന തിരിച്ചറിവിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ. ദൈവമേ, നന്ദി.